കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇന്നേ നമുക്കൊരു സിമ്പിൾ സാമ്പാർ കാണാം കേട്ടോ. അപ്പോൾ ഞാനതിന് ഒരു ചീനച്ചട്ടിയിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, ഉലുവ, കറിവേപ്പില ഇത്രയും ഇട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ ഒരു സവാള കട്ട് ചെയ്താണ് ചേർക്കുന്നത്. സവാളയുടെ കൂടെ ഒരു പച്ചമുളകും കൂടെ കട്ട് ചെയ്തതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വരണ്ട് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു തക്കാളി, അത് ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കട്ട് ചെയ്തതുകൂടെ നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടിക്ക് എരിവുള്ളത് കൊണ്ടാണ് 1/2 സ്പൂൺ ഇട്ടത്. ഇനി അതിനകത്തേക്ക് 1/2 സ്പൂൺ സാമ്പാർ പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അത് കുറച്ച് കായപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച ചുവ മാറുന്നത് വരെ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പ് തുവരപ്പരിപ്പാണ് ഞാൻ വേവിച്ചുടച്ചത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ ഇളക്കിയതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ നമുക്ക് ആ ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും, മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം അതും ചേർത്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ സാമ്പാർ റെഡി. കഷ്ണങ്ങളൊന്നും അധികമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമൻറ്റിൽ പറയണേ.